എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഹാപ്പി ആയി പോകുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇട്ടിട്ടുണ്ടായ വീഡിയോൻ്റെ വ്ളോഗിൻ്റെ ലാസ്റ്റ് പാർട്ടാണിത്. നമ്മൾ ആലപ്പുഴയിലെത്തി കളവെഴുത്തും പാട്ടെല്ലാം കണ്ടിട്ടുണ്ടായിട്ടില്ലേ, അതായിരുന്നു ലാസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വ്ളോഗിൽ. ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. രാവിലെ തന്നെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അമ്പലത്തിലേക്ക്. ഇന്നലെ വന്ന അമ്പലം ഉണ്ടല്ലോ അവിടെ തന്നെ. അപ്പോൾ ഇവിടെ രാവിലെ പൂജയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇന്നലത്തെ കളവെഴുത്തും പാട്ടും ഇന്ന് രാവിലെ പുലർച്ചെ ഉണ്ടായിരുന്നു കേട്ടോ. പുലർച്ചെ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം അത് കഴിഞ്ഞിട്ടാണല്ലോ പോയത്. അപ്പോൾ ഈ പൂജയ്ക്ക് 1-2 ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ എപ്പോഴാണ് വയനാട്ടിൽ നിന്ന് ഇനി ഇത്രയും ദൂരത്തേക്ക് വരുമോയെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പൂജയും കൂടി കഴിഞ്ഞിട്ട് തന്നെ പോകാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നതാണ്. ഇവിടെ മൊത്തം ചുറ്റോട് ചുറ്റും മണലായതുകൊണ്ട് തന്നെ ഗൗരിക്ക് ഈ ബീച്ചിലെല്ലാം പോയ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. മണൽ വാരിക്കളി തന്നെയായിരുന്നു. കൈക്ക് പിന്നെ ചെളിയൊന്നും പറ്റാത്തതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പൂജയിൽ. അപ്പോൾ അതുകൊണ്ട് ഗൗരിക്ക് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. നമ്മൾ നടന്ന് ലോഡ്ജിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. പെട്ടെന്ന് തന്നെ പൂജയും കഴിഞ്ഞിട്ട് ലഗേജിലെടുത്ത് പോകാമെന്ന് ചിക്കുന്നതാണ്. അപ്പോൾ പൂജ കഴിഞ്ഞ് പ്രസാദമായിട്ട് പാൽപ്പായസവും കടുംപായസവും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. വിശന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഗൗരി ഒന്നും നോക്കാതെ ഫുള്ള് കുടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനമൊന്നും അങ്ങനെ വലിയ ഇഷ്ടമൊന്നും അല്ല. പിന്നെ അവലും മലരും പ്രസാദം ഉണ്ടാവില്ല, അതെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം വാരി വാരി തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത എവിടെയെങ്കിലും അമ്പലമോ കാണേണ്ട ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അതെല്ലാം കാണാമെന്നില്ല പ്ലാനില്ലാന്നുള്ളത്. ഒന്നും എങ്ങോട്ടേക്ക് പോകേണ്ടതെന്നുള്ള പ്ലാനൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം പ്ലാൻ ആക്കാൻ വേണ്ടിയിട്ട്. വരുമ്പോൾ ഇവിടെ അമ്പലത്തിൽ എങ്ങനെയായിരിക്കും പരിപാടി, എങ്ങനെയല്ലാന്നുള്ളതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടേറ്റുമ്പം കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. പൂജയും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പം ഇന്ന് രാത്രി മാത്രമേ ഇവിടെ പരിപാടിയല്ലല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണ്ട, ഇന്നലെ രാത്രി നമ്മളെല്ലാവരും ഉണ്ടായതാണല്ലോ. അപ്പം അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കണിച്ചുകുളങ്ങര അമ്പലത്തിൻ്റെ അടുത്ത് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് രാവിലെ മസാല ദോശയും പിന്നെ ചട്നിയും സാമ്പാറും എല്ലാമായിരുന്നു ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായത്. പിന്നെ അച്ഛനും കുഞ്ഞേച്ചിയെല്ലാം പൂരി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. പൂരിയും മസാലക്കറി ഉണ്ടല്ലോ ബാജി. ഗൗരി പൂരീൻ്റെ ആളായതുകൊണ്ട് തന്നെ പൂരി ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് രാവിലെ മയമുള്ള സാധനമൊന്നും അത്ര പിടിക്കൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മസാല ദോശ കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ കണിച്ചുകുളങ്ങര അമ്പലത്തിലൊന്ന് പോകാമെന്ന് വെച്ചിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ ഒന്നും അമ്പലത്തിലെ പൂജേൻ്റെ സമയം ഒന്നും അറിയില്ല കേട്ടോ. നമ്മളിങ്ങനെ ഇത്രയും ദൂരത്തേക്ക് വന്നതാണ്. പിന്നെ ഇവിടത്തേക്കൊന്നും ഇനി എപ്പോഴാണ് വരുമെന്ന് അറിയില്ല. അപ്പോൾ എല്ലായിടത്തും ഒന്ന് കയറി ഇറങ്ങി പോവാം. ഒന്ന് ജസ്റ്റ് ഉള്ളിൽ കയറി തൊഴുതു അവിടുന്ന് ഇപ്പോൾ എവിടെ പോയാലും നമ്മൾ ദൂരെല്ലാം പോയാൽ അടുത്ത മെയിനായിട്ടുള്ള പ്രസാദമെല്ലാം വാങ്ങിച്ച് കൊണ്ടുവരുമല്ലോ. അങ്ങനെ കുറച്ച് പ്രസാദമെല്ലാം വാങ്ങി അങ്ങനെ പിന്നെ എന്താ കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കാനെല്ലാം ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് നല്ല വെയിലും ഇരുന്ന് പുറത്ത്. ഈ മഴക്കെല്ലാം മുമ്പേ ഇരുന്നു കേട്ടോ ഞാൻ പോയിട്ടുണ്ടായത്. ഇത് ഇപ്പം അടുത്തൊന്നും എടുത്ത വീഡിയോ അല്ല, അതുകൊണ്ടാണ് നല്ല വെയിൽ കാണുന്നത്. ഇപ്പോൾ മൊത്തം മഴയല്ലേ. അപ്പോൾ ആടുന്ന് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അടുത്ത് ഏതെങ്കിലും സ്ഥലമുണ്ടോ നോക്കുമ്പോൾ മറ്റേ എന്താ തിരുനാവായ അല്ല, അയ്യോ ഒരു മിനിറ്റ് ഞാനൊന്ന് ആലോചിക്കട്ടെ. തിരുവിഴ എന്ന് പറഞ്ഞ അമ്പലത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അകത്തോട്ടെല്ലാം കയറി പ്രാർത്ഥിച്ച് പിന്നെ അതിൻ്റെ അകത്തോട്ട് ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള കാര്യമൊന്നും ഷൂട്ട് ചെയ്തില്ല. നമ്മൾ പുറത്ത് കുറച്ച് നേരം ഇരുന്ന് നെക്സ്റ്റ് എങ്ങോട്ട് പോകണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് കുട്ടനാട് പോയിട്ട് വന്നാലോ എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയും അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്പോട്ടിലേക്ക് പോകാമെന്നൊന്നും ഉദ്ദേശിച്ചില്ല. ജസ്റ്റ് ഇങ്ങനെ വണ്ടി എടുത്ത് പോവാം, സൈഡിലെ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട്. നമ്മൾ ഈ സിനിമയെല്ലാം കണ്ട കുട്ടനാടല്ലേ അറിയൂ. എനിക്കത്രയും അറിയൂ, ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അച്ഛനെല്ലാം വന്നിട്ടുണ്ട്. അച്ഛൻ്റെ പിന്നെ പറയണ്ടല്ലോ, ജനിച്ചു വളർന്ന സ്ഥലമായതുകൊണ്ട് അച്ഛനെല്ലാം അറിയാം. അനീഷേട്ടനും വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് ഈ ഒരു ഭാഗത്തോട്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുട്ടനാടേക്ക് പോകാമെന്ന് വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാടമെല്ലാം ചിലയിടത്തെല്ലാം കൊയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് വലിയ പച്ചപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഞാൻ നമ്മൾ സിനിമയെല്ലാം കണ്ടിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ അതിലായിരുന്നു പോയത്. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടിയില്ല. ചിലപ്പോൾ നമ്മൾ ഈ റോഡ് മാർഗം മാത്രം പോയതല്ലേ, ഉള്ളോട്ട് ചിലപ്പോൾ നല്ല നല്ല വ്യൂ എല്ലാം ഉണ്ടാവുമായിരിക്കും. ഗൗരി നല്ല ക്ഷീണമായിട്ട്. ഗൗരിക്ക് ഈ 2 ദിവസത്തെ യാത്രയിൽ തന്നെ കുഞ്ഞല്ലേ, പിന്നെ ഉറക്കം അങ്ങനെ ശരിയാകുന്നില്ല, ഭക്ഷണം ശരിയാകുന്നില്ല. അങ്ങനെ ഗൗരി ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ കുറച്ച് സമയം വണ്ടിയിൽ പോയി പിന്നെ ഒരു സ്ഥലത്ത് എത്തിയിട്ട് കുറേ നിറച്ചും വെള്ളമുള്ള സ്ഥലത്ത് എത്തിയിട്ട് നമ്മൾ വണ്ടി നിർത്തി ഇങ്ങനെ നടന്ന് കുറേ ദൂരം നടന്നു കേട്ടോ. ഇവിടെ തോണിയെല്ലാം ഇങ്ങനെ സൈഡാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുന്ന വഴിക്ക് ഒരു കുൽക്കി സർബത്തെല്ലാം കുടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വയനാട്ടിലേക്കൊന്നും എവിടെയും ഇറങ്ങുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതോടുകൂടി ആലപ്പുഴ ട്രിപ്പിൻ്റെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാമെന്ന്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.